Hi dears, Cochin University of Science and Technology KISAT-ന്റെ MSc ഫോറൻസിക് സയൻസിൻ്റെ സ്പോട്ട് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 5-ാം തീയതിയാണ്, 5/7/2024 10 മണിക്കാണ് എത്തേണ്ടത് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ അല്ലെങ്കിൽ വെന്യൂ എന്ന് പറയുന്നത് സെൻറ്റർ ഫോർ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റഡീസ് KISAT ആണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു സ്പോട്ട് വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ട്, KISAT എന്ന് പറയുമ്പോൾ നിങ്ങളുടെ തന്നെ വെഹിക്കിളാണ് ആണെങ്കിൽ പോലും നിങ്ങൾ ഗൂഗിൾ മാപ്പ് ലൊക്കേറ്റ് ചെയ്തിട്ട് വരാം കേട്ടോ ഈ ഒരു പ്ലേസ്. അതായത് ജസ്റ്റ് KISAT എന്നല്ല അടിച്ചു കൊടുക്കേണ്ടത്, സെൻറ്റർ ഫോർ ഇൻറ്റഗ്രേറ്റഡ് സ്റ്റഡീസ് KISAT എന്ന് അടിച്ചു കൊടുക്കുക. കാരണം KISAT ഒരുപാട് വലിയൊരു ക്യാമ്പസാണ്. സോ അവിടെ വന്നിട്ട് ഇപ്പോൾ നിങ്ങൾ മെട്രോക്കൊക്കെ വന്ന് ഇറങ്ങിയിട്ട് കളമശ്ശേരി ഇറങ്ങിയിട്ട് KISAT-ൻ്റെ തന്നെ സ്റ്റോപ്പുണ്ട്, കൊച്ചിൻ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന സ്റ്റോപ്പ് മെട്രോയിലുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് നിങ്ങൾ ഓട്ടോ പിടിച്ച് KISAT-ലേക്ക് വരുവാണെങ്കിൽ ആ ഓട്ടോ ആൾക്ക് അറിയില്ലായിരിക്കും ഇത് കറക്റ്റ് എവിടെയാണ് എന്നുള്ളത്. KISAT എന്ന് പറയുമ്പോൾ നിങ്ങൾ KISAT-ൽ എത്തിക്കും, പക്ഷേ മിക്കവാറും അവരെത്തുക ഒരു അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്കിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ കറക്റ്റ് നിങ്ങൾ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയിട്ട് അവിടെ എത്താനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് സീറ്റ് വേക്കൻസി എന്ന് പറയുന്നത് ജനറൽ കാറ്റഗറി 3 സീറ്റാണ്. അതിൻ്റെ ഫീസ് 24,730 വെരി സോറി കേട്ടോ, 24,730. സോ ഇത് നമുക്കറിയാലോ, സ്പോട്ട് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നമ്മളുടെ റാങ്ക് അനുസരിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഫീസും അടയ്ക്കണം, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷന് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ സർട്ടിഫിക്കറ്റും എല്ലാം എടുക്കുക. 10th മുതൽ ഉള്ള സർട്ടിഫിക്കറ്റുകൾ, നിങ്ങൾ എന്തെങ്കിലും കമ്മ്യൂണൽ റിസർവേഷനോ മറ്റു റിസർവേഷനോ പറയുന്നുണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്, പിന്നെ നാഷണാലിറ്റിയുടെ ആ ഒരു PDF അത് നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അതെല്ലാവരും കൊണ്ടുവരണം. പിന്നെ എല്ലാത്തിൻ്റെയും ഫോട്ടോ കോപ്പീസ് വേണം, 2 എണ്ണം. നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്താലും മതി. പിന്നെ നമ്മളുടെ ഫോട്ടോസ് 2 എണ്ണം വേണം. കൂടുതൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നത് ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവണം കേട്ടോ. സ്പോട്ട് അഡ്മിഷന് വരുമ്പോൾ ഫീസും ഇതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളും നിങ്ങളുടെ കയ്യിലുണ്ടാവണം. അപ്പോൾ നമുക്ക് ജനറൽ കാറ്റഗറിയിൽ 3 സീറ്റാണ് ഉള്ളത്. ഫീസ് വരുന്നത് 24,730 ആണ്. ഓൾ ഇന്ത്യ കോട്ടയിൽ ഒരു സീറ്റാണ് 29,170. ഇത് രണ്ടും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന സീറ്റാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇതിലേക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന സീറ്റാണ് കേട്ടോ. ഇനി ഈഴവ തീയ ബില്ല ET ബില്ല്, അത് ആ കാറ്റഗറിക്ക് മാത്രമുള്ളതാണ് ഒരു സീറ്റ്, 24,730. അപ്പോൾ ഉള്ളവർ അത് പ്രൂഫ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം കേട്ടോ. മുസ്ലിം കാറ്റഗറിക്ക് 2 സീറ്റ്, അത് അവർക്ക് മാത്രമുള്ളതാണ്, അവർക്കും ഈ ഒരു ഫീസ് തന്നെയാണ് വരുന്നത് കേട്ടോ. ഇനി ABH കാറ്റഗറിയിൽ ഒരു സീറ്റാണ്, സെയിം ഫീസ് തന്നെയാണ്. EWSനും ഒരു സീറ്റാണ് ഉള്ളത്, 24,730. ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കും ഒരു സീറ്റ്, ഫീസ് സെയിം ആണ്. KPA കാറ്റഗറിയിൽ 4 സീറ്റ് ഉണ്ട്, 24,730 ആണ്. ലക്ഷദ്വീപിൻ്റെ കോട്ടയിൽ ഒരു സീറ്റ്, അത് ഫീസ് വരുന്നത് 29,170 ആണ്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ 2 സീറ്റാണ്, 24,730. ഇൻ്റലക്ച്വലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സീറ്റാണ് വേക്കൻസി വന്നിരിക്കുന്നത്, അതും 24,730 ആണ് ഫീസ് വരുന്നത് കേട്ടോ. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട്, ആധാർ കാർഡിൻ്റെ ഒറിജിനലും കോപ്പി, അതുപോലെ തന്നെ കാറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, നമ്മൾ എക്സാം എഴുതാൻ പോയില്ലേ അതിൻ്റെ അഡ്മിറ്റ് കാർഡിൻ്റെ ഒറിജിനൽ, SLC മുതൽ മറ്റ് സർട്ടിഫിക്കറ്റുകൾ, ഡിഗ്രി സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റും എല്ലാം വേണം. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ സ്റ്റേറ്റ്, അതാണ് ഞാൻ പറഞ്ഞ വെബ്സൈറ്റിലുണ്ട്, അതിൻ്റെ അതിൽ നിങ്ങൾക്ക് എടുക്കും. ചിലപ്പോൾ ഇതിൻ്റെ ലാസ്റ്റും ഉണ്ടാവും കേട്ടോ. പിന്നെ TC, ലാസ്റ്റ് പഠിച്ച സ്ഥലത്ത് നിന്ന് TCയും CCയും, പിന്നെ ഏതെങ്കിലും റിസർവേഷൻ, അതിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല എന്നാണ്, പക്ഷേ നിങ്ങൾ റിസർവേഷൻസ് ആണ് ക്ലെയിം ചെയ്തിട്ടാണ് ഇത് എടുക്കുന്നതെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ വേണം കേട്ടോ. ഓക്കെ, ഇവിടെ ഓരോ സർട്ടിഫിക്കറ്റുകൾ ഏതാ വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. SC അല്ലെങ്കിൽ ST കാറ്റഗറി ആണെങ്കിൽ ഏതാണ്, SC BCക്ക് ഏതാണ്, OBHന് ഏതാണ് നിങ്ങൾ ഹാജരാക്കേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രൂഫ് നിങ്ങൾ ഹാജരാക്കുക കേട്ടോ. ഇനി ഇവിടെ കുറച്ച് KISAT-ൻ്റേതായിട്ടുള്ള കുറച്ച് ഡിക്ലറേഷൻ അഡ്മിഷൻ്റെ സമയത്തുള്ളതും പറയുന്നുണ്ട്, അതും നോക്കുക. ആൻറ്റി റാഗിങ് ആൻഡ് ആൻറ്റി ഡ്രഗ് ഡിക്ലറേഷനും ഒക്കെ ഉണ്ട്, ആൻറ്റി ഡോവറി ഡിക്ലറേഷനൊക്കെ ഉണ്ട്. ഇനി if a candidate failed to submit the required certificate before this time, his claim of admission for program under the category claim by will be, അതായത് നിങ്ങൾ ആ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസൽ ആവും കേട്ടോ. അത് നിങ്ങൾക്ക് അടുത്ത് നിൽക്കുന്ന ആൾക്ക്, റാങ്ക് വന്നേക്കുന്ന ആൾക്ക് അത് കൊടുക്കുകയും ചെയ്യും. പിന്നെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് തെറ്റുകളൊന്നുമില്ലാതെ എത്തിക്കുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടൊന്നും വന്നിട്ടില്ല. നിങ്ങളുടെ മെയിലും അതുപോലെ തന്നെ പ്രൊഫൈലും നോക്കുക, എന്തെങ്കിലും സ്പോട്ട് രജിസ്ട്രേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. അതുപോലെ തന്നെ എത്ര റാങ്ക് മുതൽ എന്നുള്ളതും പറഞ്ഞിട്ടില്ല. സാധാരണ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളെന്ന് പറഞ്ഞാൽ ഇത്ര റാങ്ക് വരെ
എന്നിടാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയാത്തതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ സാധിച്ചേക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ മെയിലിൽ അതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ ഇവിടെ കോൺടാക്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് 0484286295. അത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് നമ്പറാണ്. സോ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ മെയിലും ഉണ്ട്. മെയിൽ നിങ്ങൾ ചെയ്താലും അതിന് റിപ്ലൈ കിട്ടും. അപ്പോൾ അതിലേക്ക് വിളിച്ചിട്ട് ഈ പറയുന്ന പോലെ എലിജിബിൾ ആയിട്ടുള്ള എല്ലാവർക്കും പങ്കെടുക്കുന്നതിന് കുഴപ്പമുണ്ടോ എന്നുള്ളത് ചോദിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ, സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.